അരളിപ്പൂവ് ജീവഹാനിക്കിടയാക്കുമെന്ന ആശങ്കയ്ക്ക് ഇടമില്ലാതായി. ഇക്കുറിയും ഓണക്കാലത്ത് വിലപ്പെട്ട താരമാകാൻ ഒരുങ്ങി മറുനാടൻ പൂവ്. അറിയാതെ അരളിപ്പൂ തിന്നതിനെ തുടർന്ന് യുവതിക്ക് മരണം സംഭവിച്ചു എന്ന വാർത്തയാണ് അരളിപ്പൂവിനെ ആളുകൾ ഭയപ്പെടാൻ തുടങ്ങിയത്. പല വീട്ടുകാരും തങ്ങളുടെ തോട്ടത്തിൽ നിന്ന് അരളിച്ചെടിയെ പിഴുതെറിഞ്ഞു. വാങ്ങാൻ ആളില്ലാതായതോടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അരളിപ്പൂവിന്റെ വരവും നിലച്ചു. കിലോയ്ക്ക് 100 രൂപ വില താഴ്ന്നുവെങ്കിലും പൂക്കടയിൽ ഇവയെ കണ്ട ആളുകൾ മുഖം തിരിച്ചു. ഇതിനിടെയാണ് ക്ഷേത്രങ്ങളിൽ അരളിപ്പൂക്കൾക്ക് ഭാഗികമായ വിലക്കുമുണ്ടായത്. ചിലയിടങ്ങളിൽ അരളിപ്പൂവിന്റെ ഉപയോഗം നിരോധിച്ചപ്പോൾ മറ്റിടയങ്ങളിൽ നിവേദ്യത്തിന് ചേർക്കുന്നതിനായിരുന്നു വിലക്ക്. എന്തുതന്നെ ആയാലും വിലയേറിയ പൂക്കൾക്ക് ശനിദശയായിരുന്നു ഫലം. എന്നാൽ വീണ്ടും അരളിപ്പൂക്കളോട് നാടിന് ഭ്രമമായി. ഇപ്പോൾ കിലോയ്ക്ക് 220 രൂപയാണ് ഇവയുടെ വില. ഓണപ്പൂക്കളങ്ങൾ ഒരുങ്ങുമ്പോൾ ഇനിയും വില ഉയരും. ദിണ്ടിക്കൽ, മൈസൂർ, മധുര എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് അരളിപ്പൂ എത്തുന്നത്. പിങ്ക് നിറത്തിലെ പൂക്കളാണ് വിപണിയിലെ താരം. വെള്ളയും ചുമപ്പും അരളിപ്പൂ ഉണ്ട്. പക്ഷേ ഇവയെ തൊട്ടാൽ കൈപൊള്ളും. കിലോയ്ക്ക് 600 രൂപ മുതൽ 800 രൂപ വരെയാണ് ഇവയുടെ വില. ദേശീയപാതയിലെ മീഡിയനുകളിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ അരളിച്ചെടികൾ വളരുന്നത്. തണൽ ചെടികൾ വെച്ചുപിടിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിൽ അരളിയായിരുന്നു മുഖ്യ സ്ഥാനം. ചാലക്കുടി പ്രദേശത്തെ ദേശീയപാതയിൽ പലയിടത്തും അരളിച്ചെടികൾ പൂത്തു നിൽക്കുന്നുണ്ട്. പ്രതിസന്ധിയുടെ കാലഘട്ടം കഴിഞ്ഞ് അരളിപ്പൂക്കളുടെ കച്ചവടം കാര്യമായി നടക്കുന്നുണ്ടെന്ന് പൂക്കട ജീവനക്കാരൻ ശ്രീ വത്സൻ പറഞ്ഞു. ഓണത്തിനായാലും നല്ല രീതിയിൽ ചെലവ് വരുന്നതാണ്. അമ്പലങ്ങളിലേക്ക് ഒക്കെ എല്ലാം പോകുന്നുണ്ട്. അരളി വരുന്നത് പിങ്ക്, റെഡ്, വൈറ്റ് കളറുകളാണ് വരുന്നത്. TCV ന്യൂസ്, ചാലക്കുടി.